നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. 26/11/2025 ബുധനാഴ്ച, അതായത് കൊല്ലവർഷം 1201 വൃശ്ചികമാസം 10 തീയതി പകൽ 11:22 ശുക്രൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഈ രാശിമാറ്റം മൂലം മേടം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, മീനം എന്നീ 9 കൂറുകാർക്ക് ശുക്രനെ കൊണ്ട് ഇഷ്ടഫലങ്ങൾ അനുഭവത്തിൽ വരും. എന്നാൽ ഇന്നലെ കുജശുക്രയോഗം വൃശ്ചികത്തിൽ വരുമ്പോഴുണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. ചിലർ ആ വീഡിയോയിലെ ഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ബാധകം എന്ന് ചോദിച്ചിരുന്നു. ഇന്നലെ ഇട്ട വീഡിയോ ശുക്രൻ്റെ ആശ്രയരാശി ഫലത്തെക്കുറിച്ചും ചൊവ്വയുമായി യോഗം ചെയ്താലുണ്ടാകാവുന്ന സ്ത്രീ സംബന്ധമായ അപവാദം മുതലായ ഫലങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു. അതിൽ പറയുന്ന ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കുവാൻ എല്ലാ നക്ഷത്രക്കാരും ചൊവ്വയും ശുക്രനും തമ്മിൽ വൃശ്ചികൻ രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്ന 12 ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അത്. കൂടുതൽ അറിയുവാൻ ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോ ശുക്രൻ്റെ ചാരഫലം മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലം കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇവ രണ്ടും രണ്ടാണ്. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഒന്നാമതായി ഗുണഫലങ്ങൾ കിട്ടുന്നത് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നിവർക്കാണ്. ഇവർക്ക് ശുക്രൻ അതിൻ്റെ അനിഷ്ടഭാവമായ 7-ാം ഭാവത്തിൽ നിന്നും ഇഷ്ടഭാവമായ 8-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതിനാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും ദാമ്പത്യ സുഖത്തിനും ഗൃഹോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. ഗൃഹലാഭവും സ്ത്രീകളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. 7ര ശനി നടന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം മൂലം കുറച്ച് ആശ്വാസം കിട്ടും. രണ്ടാമതായി നല്ല ഫലം കിട്ടുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് ചാരവശാൽ മറ്റെല്ലാ ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുക്രൻ മാത്രമാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത്. ശുക്രൻ ഇവർക്കിപ്പോൾ അതിൻ്റെ ഇഷ്ടഭാവമായ 4-ാം ഭാവത്തിൽ നിന്നും മറ്റൊരു ഇഷ്ടഭാവമായ 5-ാം ഭാവത്തിലേക്ക് മാറുന്നത് മൂലം സന്താനങ്ങളെക്കൊണ്ടും ബന്ധുമിത്രാദികളെക്കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ധനസ്ഥിതി മെച്ചപ്പെടും. മനസ്സിന് സന്തോഷം പകരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. പിതാവിനെക്കൊണ്ടും ഗുരുക്കന്മാരെക്കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മൂന്നാമതായി മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 4-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ അഷ്ടമശനി മൂലമുണ്ടാകാവുന്ന ശാരീരിക ക്ലേശങ്ങൾക്കും അലച്ചിലിനും കുറവുണ്ടാവുകയും ശരീരസൗഖ്യം ഉണ്ടാവുകയും ചെയ്യും. ബന്ധുജനങ്ങളുമായി കൂടിക്കാഴ്ചയും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ജനങ്ങളുമായി കൂടുതൽ സ്നേഹത്തിൽ കഴിയുകയും പുതിയ ഗൃഹത്തിൽ താമസിക്കുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ സാധ്യതയുമുണ്ട്. നാലാമതായി ഉത്ര നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിലേക്ക് മാറുന്നതുമൂലം സഹോദരങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും സുഖാനുഭവങ്ങളും ഉണ്ടാവുകയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇവർക്ക് കണ്ടകശനി മൂലം കൊണ്ടുണ്ടാകാവുന്ന ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും ഉന്മേഷവർദ്ധന ഉണ്ടാവുകയും ചെയ്യും. അഞ്ചാമതായി ചിത്ര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറുകാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 2-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ധനവർദ്ധന ഉണ്ടാകും. കൃഷികളിൽ നിന്നും മറ്റും മികച്ച ലാഭമുണ്ടാകും. കുടുംബസുഖവും ജനങ്ങളാലുള്ള ബഹുമതിയോ
സമ്മാനങ്ങളോ കിട്ടുകയും പുതിയ ജോലി കിട്ടുകയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യും. ആറാമതായി വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അവരുടെ ജന്മക്കൂറിലേക്ക് മാറുന്നതിനാൽ ശരീരസുഖം സിദ്ധിക്കുകയും ശയനസുഖം കിട്ടുകയും ചെയ്യും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളാലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഭാര്യ അഥവാ ഭർത്താവിന് സൗഖ്യവും ഉണ്ടാകും. ഏഴാമതായി മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 12-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതിനാൽ ഇവർക്ക് കാര്യലാഭത്തിനായുള്ള യാത്രകൾ ചെയ്യേണ്ടി വരികയും അധിക ധനലാഭം സിദ്ധിക്കുകയും കണ്ടകശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുകയും ചെയ്യും. വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങളോ രത്നങ്ങളോ വാങ്ങുവാനോ അഥവാ ലഭിക്കുവാനോ യോഗമുണ്ട്. പ്രവർത്തന മേഖലയിൽ കൂടുതൽ വിജയസാധ്യതയും പ്രതീക്ഷിക്കാം. എട്ടാമതായി ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അനിഷ്ടഭാവമായ 10-ാം ഭാവത്തിൽ നിന്നും ഇഷ്ടഭാവമായ ലാഭസ്ഥാനത്തേക്കാണ് മാറുന്നത്. അതിനാൽ ധനസമൃദ്ധി ഉണ്ടാവുകയും ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സുഖപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. സന്തോഷം വർദ്ധിക്കുകയും ഭോജനസുഖം ഉണ്ടാവുകയും ചെയ്യും. സുഗന്ധദ്രവ്യങ്ങളോ വസ്ത്രാഭരണാദികളുടെ ലാഭമോ പ്രതീക്ഷിക്കുകയും ചെയ്യാം. 9ാമതായി പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ 9-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ശുക്രൻ്റെ ഇഷ്ടഭാവസ്ഥിതി ഇവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 7ാം ശനിയിലെ ജന്മശനിയുടെ ദോഷഫലങ്ങളിൽ നിന്നും കുറേയൊക്കെ ആശ്വാസം പകരും. ഇവരുടെ വരുമാനമാർഗം വർദ്ധിക്കുകയും കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വിശിഷ്ട സ്ത്രീകളാലും പിതാവിൽ നിന്നുമുള്ള സഹായങ്ങൾ ഉണ്ടാവുകയും ധാർമ്മികമായ കാര്യങ്ങളിൽ ഇടപഴകുകയും ചെയ്യും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യതയുണ്ട്. മുകളിൽ പറഞ്ഞ 9 കൂറുകളിൽ ജനിച്ചവർക്കാണ് ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള രാശിമാറ്റം മൂലം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. എന്നാൽ ശുക്രൻ്റെ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം ശുക്രൻ്റെ വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായുള്ള യോഗം കാരണമുണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. കുജശുക്രയോഗം മൂലമുണ്ടാകാവുന്ന ദോഷഫലങ്ങളെക്കുറിച്ചും അവ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കുജശുക്രയോഗം എന്ന വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ മോർ എന്നെഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്ത് കാണാവുന്നതാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ പ്രീവിയസ് വീഡിയോയായി അതിൻ്റെ ഐക്കൺ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം ഇടവം, മിഥുനം, കുംഭം എന്നീ 3 കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, അവിട്ടം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവർക്ക് ശുക്രനെ കൊണ്ട് നല്ല ഫലങ്ങൾ ലഭിക്കുന്നില്ല. ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയാണെങ്കിൽ അവർ ശുക്രകീർത്തനം, മഹാലക്ഷ്മി കീർത്തനം എന്നിവ ഭക്തിപൂർവ്വം ജപിച്ച് ദോഷശാന്തി വരുത്താവുന്നതാണ്. മഹാലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂവ് കൊണ്ട് അർച്ചന നടത്തുന്നതും ദോഷശാന്തി നൽകും. ഇത് ശുക്രൻ്റെ മാത്രം ചാരവശാലുള്ള ഫലങ്ങളാണ്. മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര ഫലങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.